ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴ മുമ്പയുടെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് ബബിതയെയും രോഹിത്തിനെയും വിളിക്കുകയാണ്, നിങ്ങൾ ഭക്ഷണം വന്ന് കഴിക്കുക, അതായിരിക്കും നല്ലത്. ദേ അലീന ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം എത്രമാത്രം ടേസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ, നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് കൂടുതൽ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഭക്ഷണം വന്ന് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് വേണ്ടടി, പിന്നെ അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അമൃതല്ലേ, അവൾ ഞങ്ങളെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു, ദേ നീ പൊയ്ക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴേക്കും ദേ അമൃതാണോ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല, പക്ഷേ യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നൊരു ദിവസം വരും എന്നും പറഞ്ഞുകൊണ്ട് ഈ കൃഷ്ണമോള് വലിയ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ വട്ട് പറയാണോ, നീ ചുമ്മാ ഭ്രാന്ത് പറയാതെ പോടി, ഞങ്ങൾക്ക് അലീനയുടെ ഭക്ഷണം വേണ്ടെന്നല്ലേ പറഞ്ഞത്, നീ എന്തിനാ ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ഇറങ്ങി പൊയ്ക്കണ്ടേ എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് പിന്നീടൊന്നും സംസാരിക്കാനായിട്ട് നിന്നില്ല. ഇവരോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്ന് കൃഷ്ണമോൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ കൃഷ്ണമോൾ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴേക്കും രോഹിത് ആണെങ്കിൽ അമ്മയോട് കൂറില്ലാത്ത മക്കളെന്ന് ഞാൻ കണ്ടിട്ടില്ല, ഇവൾക്ക് അമ്മയോട് ഒരു കൂറുമില്ല, അമ്മയോടല്ലേ ഇവള് സംസാരിക്കേണ്ടത്, ഇവളെന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് കോമൺ സെൻസ് ഇല്ല, കോമൺ സെൻസ്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത്. അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട, താമസിയാതെ അവൾ പഠിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് ബബിതയും എണീറ്റ് പോവുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന ബാലേന്ദ്രന് ഭക്ഷണമായിട്ട് വരികയാണ്. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് വാ കയറിപ്പോര്, അച്ഛനകത്തില്ലേ, ഉണ്ടെന്നേ കയറിപ്പോര് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇന്നെന്താ സ്പെഷ്യല്, അത് ചപ്പാത്തിയും ചിക്കൻ കറിയും. ആഹാ കൊള്ളാലോ. അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആ സമയത്ത് ചിക്കൻ കറിയൊക്കെ മണത്ത് നോക്കിയിട്ട് എൻ്റെ ദൈവമേ കൊതിയൂറും മണം, അടിപൊളിയാണെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ നമ്മുടെ അലീന കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് ബാലേന്ദ്രൻ്റെ മുന്നിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ അലീന നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞിട്ട് രേവതിക്കുട്ടിയെ വിളിക്കുക ഫോണിൽ നിന്ന്. രേവതിക്കുട്ടി ഫോൺ എടുത്തിട്ട് ഹലോ ആരാന്ന് ചോദിച്ചപ്പോഴേക്കും എടി മോളെ ഇത് ഞാനാണ് അലീന ചേച്ചി. ചേച്ചിയോ, ഇതേതാ ചേച്ചി നമ്പർ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ബാലേന്ദ്രൻ സാറേ എനിക്ക് പുതിയ ഫോൺ മേടിച്ചു തന്നു, സിം എടുത്ത് തന്നായിരുന്നു. അടിപൊളി, അപ്പം ചേച്ചിക്ക് ഈ ഫോണിൽ നിന്ന് എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാമല്ലോ അല്ലേ ചേച്ചി? വിളിക്കാം. പിന്നെ ചേച്ചി അവിടെ എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം, അവിടെ എന്താ പ്രശ്നം, ചേച്ചി വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ചേച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നും മോളെ ഞാൻ പറഞ്ഞല്ലോ, പല പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയതാണ് ചേച്ചിയോടൊന്ന് ഞങ്ങൾ ചോദിച്ചല്ലേ ഞങ്ങൾ വരട്ടെ എന്ന്, പക്ഷേ ചേച്ചിയല്ലേ പറഞ്ഞത് വരണ്ട എന്ന്, അതുകൊണ്ടാണ് പിന്നെ വരാതിരുന്നത് മോളെ. ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, എനിക്കിവിടുന്ന് വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു മോളെ, എന്നെ സാറ് വിടില്ലായിരുന്നു, പിന്നെ സാറോട് പറയാണ്ട് എനിക്ക് ഇറങ്ങാനും പറ്റില്ലായിരുന്നു, അതുകൊണ്ട് തന്നെയാണ്, പിന്നെ സാറിനെ വിട്ടാലും എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ പിടിച്ചു നിൽക്കുകയാണ്. ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി എനിക്ക് പറഞ്ഞപ്പോഴേക്കും അതൊക്കെ നിനക്ക് ഞാൻ പിന്നെ മനസ്സിലാക്കി തരാം രേവതിക്കുട്ടി. ഏതായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എങ്കിൽ പിന്നെ അടുത്ത ദിവസമായിട്ട് കാത്തു നിൽക്കണ്ട, ചേച്ചിക്ക് ഇപ്പം തന്നെ വരാൻ പാടില്ലേ, എന്തിനാ അവിടെ പിടിച്ചു നിൽക്കുന്നത് ചേച്ചി? ഇപ്പം അങ്ങനെ വരാൻ പറ്റില്ല, എനിക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. എങ്കിലൊരു കാര്യം ചെയ്യാം ചേച്ചി, ഞാൻ അങ്ങോട്ട് വരാം ചേച്ചി, ഏതായാലും എൻ്റെ ഒരു ദിവസം പഠിത്തം പോകുന്നല്ലേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല. അടി മേടിക്കുവേ, പഠിത്തം കളഞ്ഞോണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്, നന്നായിട്ട് പഠിക്കണം. നിന്നെ വേലക്കാരിയായിട്ടാണ് അവർ കൊണ്ടുപോയത്, പക്ഷേ ഒരു മകളെ പോലെ നിന്നെ നോക്കുന്നു, നിനക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരുന്നു ഇല്ലേ? ഇപ്പം നിന്നെ പഠിപ്പിക്കാൻ വിട്ടിരിക്കുന്നു, അപ്പോൾ അവരെ വേദനിപ്പിക്കാൻ പാടില്ല, ഒരിക്കലും അവരെ മറക്കാനും പാടില്ല. നല്ല പഠിച്ച് ജോലിയൊക്കെ സമ്പാദിച്ച് ഈ ചേച്ചിയെ മറക്കാതിരുന്നാൽ മതി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, ഞാൻ ചേച്ചിയെ മറക്കാനോ? ചേച്ചി ഊണിലും ഉറക്കത്തിലും എപ്പോഴും പ്രജിത മമ്മിയുടെയും ചേച്ചിയുടെയും വിചാരം മാത്രമേ എനിക്കുള്ളൂ. എപ്പോഴും ആ ചിന്തയായിട്ടാണ് ഞാൻ നടക്കുന്നത്, അപ്പോൾ പിന്നെ ചേച്ചിയെ ഞാൻ മറക്കാനോ? എന്താ ചേച്ചി ഇത്? ചേച്ചിയെ ഞാൻ പഠിപ്പിക്കും ചേച്ചി, ഞാൻ ഇവരോട് പറഞ്ഞിട്ട് ചേച്ചിയെ പഠിപ്പിക്കണം. IASനാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് ചേച്ചി കളക്ടർ ആവണം, പാലയിലെ കളക്ടർ ആവണം. നീ എന്തൊക്കെയാണ് പറയുന്നത്? പാലയിലെ കളക്ടറോ? പാല ഏത് ജില്ലയിലാണോ അവിടുത്തെ കളക്ടർ ആവണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കളക്ടറായിട്ട് നേരെ വൈജയന്തിയുടെ മുന്നിൽ പോയി നിൽക്കണം. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങളെ പ്രസവിച്ച് തള്ളിയ മകളാണ് ഞാൻ എന്ന് പറഞ്ഞ് നല്ലൊരു ഡയലോഗൊക്കെ മുഖത്ത് നോക്കി പറയണം ചേച്ചി, അതാണ് വേണ്ടത്.
എൻ്റെ പൊന്നു കൊച്ചെ, നീ ഒന്നും മിണ്ടാതിരിക്കാവോ? ചേച്ചി, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. അങ്ങനെയൊക്കെ ചെയ്യണം ചേച്ചി. എന്നാൽ മാത്രമേ വൈജയന്തിയുടെ അഹങ്കാരമല്ല മാറുമല്ലോ, അല്ലാതെ മാറാനായിട്ട് പോകുന്നില്ല ചേച്ചി എന്നിവിടെ പറയണം. മതി മതി, ഒരുപാട് ഡയലോഗ് അടിക്കണ്ട. ഞാൻ ഏതായാലും അടുത്ത ദിവസം അങ്ങോട്ട് വരട്ടെ. അപ്പോൾ നിന്നോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. നീ പഠിപ്പ് മുടക്കരുതേ, നന്നായിട്ട് പഠിക്കണം, പഠിച്ച് മിടുക്കിയാവണം. നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നല്ലേ. പിന്നെ അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടി ശരി ചേച്ചി, എന്നാൽ ശരി, ഞാൻ ഫോൺ വെക്കുകയാണേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഫോൺ വെക്കുകയാണ്. അലീനയ്ക്ക് ഭയങ്കര ടെൻഷനും തോന്നുകയുണ്ട്. ദൈവമേ, ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ലല്ലോ. പിന്നീട് കാണിക്കുന്ന രാജീവനെയാണ്. അപ്പോൾ രാജീവനാണെങ്കിൽ ഭയങ്കര ടെന്നീസ് കളിയാണ്. ആ സമയത്താണ് ശിവൻ ഫോൺ വിളിക്കുന്നത്. ഫോൺ വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുക. ശിവനാകെ കലി വരുന്നുണ്ട്. അങ്ങനെ ശിവൻ വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാജീവൻ വന്ന് ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്തിട്ട്, ശിവേട്ടാ, എന്താ ശിവേട്ടാ? എടാ രാജി, എത്ര നേരവും ഞാൻ വിളിക്കുന്നത്, നീ ഇതെവിടെയായിരുന്നു? അത് പിന്നെ ഞാൻ ടെന്നീസിലായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത്. എന്താ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശിവേട്ടൻ എവിടെയാ? ഞാനിവിടെ വീട്ടിൽ തന്നെയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണ്ടേ, നാട്ടിലേക്ക് പോകണ്ടേ? ദേ വൈജ വിളിച്ചുകൊണ്ടിരിക്കുക. വൈജയുടെ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളാണ്. വൈജ വിളിക്കുന്നു, കമല വിളിക്കുന്നു, അമ്മ വിളിക്കുന്നു, എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും പരിഹാരം ഒപ്പിക്കണ്ടേ? വൈജി ഇപ്പം പൊട്ടിത്തെറിച്ചൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. എൻ്റെ പൊന്നു ചേട്ടൻ, ഞാൻ പോയി അവിടെ കുറേ പരിഹാരങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കാൻ നോക്കിയതാണ്. ആ ബാലചന്ദ്രൻ എല്ലാം തകിടം മറിച്ചില്ലേ? ആലീനയും കൂട്ടി ആ ബാലേന്ദ്രൻ വീണ്ടും വന്നിരിക്കുന്നു. എടാ, ഏതായാലും അങ്ങോട്ട് പോകണം. അങ്ങനെ വൈജയെ വെറുതെ വിട്ടാൽ സാധ്യമാവില്ലല്ലോ. എടാ, നമുക്ക് ഗംഗേട്ടനെയും കൂടി വിളിക്കണ്ടേ? അങ്ങേരെയൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങേര് ആ ബാലേന്ദ്രൻ്റെ പക്ഷത്താന്നാ വൈജ പറയുന്നത്. അതുകൊണ്ട് വൈജ പറഞ്ഞു ഗംഗേട്ടനെ വിളിച്ചുകൊണ്ട് വരണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. എടാ, ഏതായാലും ഒന്ന് ഗംഗേട്ടനെ വിളിക്കണം, വിളിച്ചാലല്ലേ ശരിയാവുള്ളൂ. പിന്നെ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഗംഗേട്ടൻ അവിടെ ഇല്ലെന്നോ, മകനൊക്കെ അയർലാൻഡിലൊക്കെ ആണല്ലോ, അപ്പോൾ ആ ഒരു തിരക്കിലാണ് അവരെന്നൊക്കെയാണ് പറയുന്നത്. യൂറോപ്പിൽ കറങ്ങി കിടക്കുക അവർ എന്നൊക്കെ പറയുക. എങ്കിൽ പിന്നെ വീണ്ടും അവരെ വിളിച്ച് നോക്കണ്ട, നമുക്ക് ആ കേസ് അങ്ങോട്ട് വിട്ടേക്കാം. എങ്കിൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാടാ എന്നും പറഞ്ഞുകൊണ്ട് ശരി നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. അങ്ങനെ നമ്മുടെ അലീനയെ കാണിക്കുകയാണ്. അപ്പോൾ അലീനയാണെങ്കിൽ ഈ ബാലേന്ദ്രൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ബാലേന്ദ്രന് മനസ്സിലായി എന്തൊക്കെയോ അലീനയ്ക്ക് തന്നോട് പറയാനുണ്ടെന്ന്. എന്താ പറഞ്ഞോ, എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അച്ഛാ, ഞാനേ എറണാകുളത്ത് പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഞാൻ എറണാകുളത്ത് പൊയ്ക്കോട്ടെ? പൊയ്ക്കോ, ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞല്ലോ. അല്ല, ഞാനേ നാളത്തെ കഴിഞ്ഞിട്ട് പൊയ്ക്കോട്ടെ എറണാകുളത്തേക്ക്? നാളത്തെ കഴിഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാൾ അല്ലേ? അതെ അച്ഛാ, മറ്റന്നാളാ. ശരി, പൊയ്ക്കോ. താങ്ക് യു അച്ഛാ. അപ്പോൾ ഞാൻ രേവതിക്കുട്ടിയുടെ അടുത്ത് പോയിട്ട് അച്ഛനെ വിളിക്കാട്ടോ, എന്നിട്ട് ഞാൻ ഉടനെ തിരിച്ചു വന്നോളാം. ശരി, ആയിക്കോട്ടെ, പൊയ്ക്കോന്നേ. അങ്ങനെ അലീന ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. ഇനി ഇവിടെ പോയാൽ തിരിച്ചു വരുമോ എന്നൊരു ടെൻഷനാണ് നമ്മുടെ ബാലേന്ദ്രനുള്ളത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ രാജീവനും അതേപോലെ തന്നെ ശിവനും കൂടി കമലയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കോളിംഗ് ബെൽ അടിച്ച് കഴിഞ്ഞപ്പോഴേ കമല വന്ന്, രാജീവ നിങ്ങൾ എത്തിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ ശിവേട്ടെന്നും പറഞ്ഞുകൊണ്ട് ശിവേട്ടൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പോവാ. കമലേട്ടെത്തി. ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന് ചോദിച്ചപ്പോഴേക്കും അവരിപ്പോൾ വരും രാജീവ എന്ന് പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം അമ്മയാണെങ്കിൽ പരാതിയും പരിപാടാ, നീയൊക്കെ വന്നോടാ എന്നൊക്കെ ചോദിക്കുക. അമ്മ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നത്. പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നത് കടപ്പട്ടൂർ. എന്നിട്ട് എന്തായി? എല്ലാം കൂടി കുളം മറിച്ചിട്ടില്ലേ അവൻ പോയത്? അമ്മേ, ഞാനാണോ കുളം മറിച്ചത്? എല്ലാത്തിനും സോൾവ് ആക്കിയതല്ലേ? ബാലേന്ദ്രൻ പോയി ഈ അലീനയെ വിളിച്ചുകൊണ്ട് വരുമെന്ന് ആര് കണ്ടു? അതറിയാൻ പാടത്തൊരവസ്ഥയായിരുന്നില്ല. എടാ, അതാ പറഞ്ഞത്, വേണ്ട വിധത്തിൽ കൈകാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പം ശിവനാണെങ്കിൽ അമ്മയുടെ കാര്യത്തിലൊരു പരിഹാരം ഒപ്പിക്കും, അതേപോലെ തന്നെ അലീനയുടെ കാര്യത്തിലും ഒരു പരിഹാരം ഒപ്പിക്കും. നിങ്ങൾ പരിഹാരം ഒപ്പിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ആ കൊച്ചിന് ദേഹോപദ്രവം നിങ്ങൾ ചെയ്യരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതൊരു പാവമാണ്, അതിനെ ഉപദ്രവിച്ച് വിടരുത്. ശിവേട്ടാ കേട്ടോ, അമ്മ അലീനയുടെ പക്ഷത്ത് തന്നെയാണ്. എടാ, ഞാൻ ആരുടെയും പക്ഷത്തൊന്നും അല്ല. ആ കൊച്ചുകാരനാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അത് എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു തന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല.
പിന്നെ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ ആ പെൺകൊച്ചിനെ പുറത്താക്കാൻ ഞാനും കൂട്ടുനിന്നു. അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ് എന്ന് വിചാരിച്ച് അതിനെ ദേഹോപദ്രവം ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെ സമാധാനമായി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുക, അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ബാലേന്ദ്രൻ്റെ സ്വഭാവം അറിയാലോ, നീ ശരിക്കും മനസ്സിലാക്കിയുള്ള കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രനെയും കൂടി ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ വേണം കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ആക്കാനായിട്ട്. കണ്ടില്ലേ എൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ, ഞാൻ നരകത്തിൽ വന്ന് കിടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ രാജീവൻ ചോദിക്കണം, അമ്മയ്ക്ക് ഇത് നരകമാണോ അമ്മേ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട കേട്ടോ, ഇവനറിയാലോ കമലയുടെ സ്വഭാവം എങ്ങനെയാണെന്ന്. അപ്പോൾ ശിവയാണെങ്കിൽ, അമ്മേ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് അമ്മയുടെ കാര്യത്തിൽ ഒരു പരിഹാരം ഒപ്പിക്കാമെന്ന്. അമ്മയെ ഞങ്ങൾ അങ്ങോട്ട് തന്നെ കൊണ്ടേ വിട്ടേക്കാന്നേ, ആ ലീനയെ ഒന്ന് പറഞ്ഞു വിട്ടോട്ടെ. അതിനുശേഷം അമ്മയെ ഞങ്ങൾ അവിടെ തന്നെ കൊണ്ടെത്തിച്ചോളാം, അതിൽ യാതൊരു സംശയവുമില്ല, ഉറപ്പായിട്ട് അവിടെ കൊണ്ടുവന്നെത്തിക്കും. മതി, അതെങ്കിലും ചെയ്താൽ മതി എന്ന രീതിയിൽ സംസാരിക്കുക. അങ്ങനെ ഇവരെല്ലാവരും കൂടി ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ ചായയൊക്കെ കുടിക്കാതിരിക്കുക. ആ സമയത്ത് വൈജയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ, വൈജയ് അവിടെ പറന്നെത്തി, ഇവർ വന്നല്ലോ എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട്. അങ്ങനെ നമ്മുടെ ചോദിക്കുകയാണ്, ഏതായാലും അലീനയെ പറഞ്ഞു വിടണം, എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ രാജീവനാണെങ്കിൽ, ശിവൻ എന്തൊക്കെയാണ് പറയുന്നത്, അവളെ പറഞ്ഞ് സമാധാനപ്പെടുത്താനോ? കൈ പിടിച്ച് വലിച്ചരച്ച് പുറത്തേക്ക് എറിയണം, അതാണ് വേണ്ടത്. രാജീവ, കൂടുതൽ ആവേശങ്ങളൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവളെ പറഞ്ഞ് മനസ്സിലാക്കണം, എടുത്ത ചേട്ടൻ കൂടുതൽ കൊള്ളൂല, അത് നമുക്ക് വിനയായിട്ട് തീരെയുള്ളൂ. അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ വൈജയുടെ കുടുംബജീവിതമായിരിക്കും തകരാനായിട്ട് പോകുന്നത്. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇനി ബാലേന്ദ്രനോട് ജീവിതകാലം മിണ്ടിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അലീനയെ അവിടെ നിന്ന് പുറത്താക്കണം, എനിക്ക് അത്രയും മതി എന്ന് പറയുകയാണ്. അതുണ്ടാകും വൈജയെ, നീ ടെൻഷനാവല്ലേ. ഉറപ്പായിട്ടും അലീനയെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. എനിക്കത് മതി എന്നും വൈജയും പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.